ഒരു തെറ്റിദ്ധാരണയാണ്. അതങ്ങനെയല്ല. ദേവിയുടെ ക്ഷേത്ര സങ്കേതത്തിനുള്ളിലുള്ള മറ്റ് ഉപദേവ പ്രതിഷ്ഠകളെ കുറിച്ചും അതേപോലെ തന്നെ ദേവിക്ക് ഭക്തർക്ക് അവരുടെ പ്രാർത്ഥനയായിട്ട് സമർപ്പിക്കാനും കഴിക്കാനും പറ്റുന്ന വഴിപാടുകളെ കുറിച്ച് ഒക്കെ ഒന്ന് പറയാമോ? വഴിപാടുകൾ എന്നാൽ ഭക്തന്മാരൊക്കെ പണ്ടേ മൂകാംബിക നമ്മളെ കുടുംബക്ഷേത്രമായിരുന്നു. 24 തലമുറ ക്രിസ്തശക 1142 മുതൽ 1933 വരെ നമ്മളെ കുടുംബക്ഷേത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്ഷേത്ര അഭിവൃദ്ധി ആവട്ടെ എന്നിട്ട് നമ്മൾ ഗവൺമെന്റിക്ക് വിട്ട ക്ഷേത്രം. ആ സമയത്തിലെല്ലാം ഉള്ളത് ചെറിയ കുങ്കുമാർച്ചന, പിന്നെ രഥോത്സവം, പിന്നെ രംഗപൂജ, അങ്ങനെ ചെറിയ വഴിപാടുകളെ ഉണ്ടായിരുന്നു. തീർത്ഥസ്നാന അതെല്ലാം വിശേഷ. പിന്നെ ഭക്തന്മാർ കുറവായിരുന്നു ആ സമയത്തിൽ. ഇപ്പോൾ ഗവൺമെൻറ് ആയിട്ട് പല സേവാ ലിസ്റ്റുകളുണ്ട്. അമ്മയ്ക്ക് കുങ്കുമാർച്ചന, അലങ്കാര പൂജ, മഹാപൂജ, ഉദയാസ്തമന പൂജ, ചണ്ഡികാ ഹോമം, രംഗപൂജ എന്നിട്ടെല്ലാം ഒരുപാട് വഴിപാടുകൾ അമ്മയ്ക്ക് സമർപ്പണ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും എല്ലാ വഴിപാടുകൾ ചെയ്യാൻ പറ്റില്ല. മനസ്സ് കൊണ്ട് അമ്മയ്ക്ക് ഒരു പുഷ്പം സമർപ്പിച്ചാലും അമ്മ അത് സ്വീകരിക്കുന്ന ഭാവ മൂകാംബിക ക്ഷേത്രത്തിലുള്ള ഒരു പ്രത്യേകതയാണ്. പൂർണ്ണ മാതൃസ്വരൂപിണിയായിട്ടുള്ള സ്വരൂപിണി. എന്താന്നാൽ ആ സംഹാരകാലത്തിൽ മൂകാസുരനിക്ക് തിരിച്ച് വാക്ക് കൊടുത്ത് വരം കേട്ട ദേവി അത് പൂർണ്ണ മാതൃസ്വരൂപിണിയായിട്ടുള്ള ദേവിയാണ്. അങ്ങനെ ശക്തിയുള്ളവർ ചണ്ഡിക, നവചണ്ഡി, ശതചണ്ഡിയും ചെയ്യൂ. ശക്തി ഇല്ലാത്തവർ ഒരു 20 രൂപായി കുങ്കുമാർച്ചന ഉണ്ട്, 60 രൂപായി കുങ്കുമാർച്ചന ഉണ്ട്, സഹസ്രനാമ, പിന്നെ 100-500 വഴിപാടുകളെല്ലാം ഉണ്ട്. അത് അവരെ യഥാനുശക്തിയായിട്ട് ചെയ്ത് അനുഗ്രഹം എടുക്കും. ഭക്തന്റെ മനസ്സാണ്. അതെ, ഭക്തർ മനസ്സ് പ്രധാനമാണ്. വഴിപാട് അമ്മ കേൾക്കില്ല. അത് നമുക്ക് വേണ്ടി അമ്മയ്ക്ക് നമ്മൾ സമർപ്പണ ചെയ്യുന്ന വഴിപാടുകൾ. വഴിപാടുകൾ കേട്ടിട്ട് ദർശനം കൊടുക്കുന്നതല്ല. നമ്മൾ അമ്മയ്ക്ക് സമർപ്പണാഭാവത്തിൽ കൊടുക്കുന്ന പൂജയാണ്. ഈ പൂജ എന്നാൽ സമർപ്പണി. എല്ലാ വഴിപാടുകളും സമർപ്പണയാണ്. സമർപ്പണയിൽ അമ്മ ഈ ഭൂമിയിൽ തന്നെ സുവസ്തുക്കൾ കൊണ്ട് നമ്മൾ അമ്മയ്ക്ക് പൂജ ചെയ്യുന്നത്. പുഷ്പങ്ങളോ വസ്തുക്കളോ എല്ലാ നിവേദ്യങ്ങളോ അതെല്ലാം അമ്മയ്ക്ക് വേണ്ടിയല്ല. അമ്മയ്ക്ക് വേണ്ടി അമ്മ, അല്ലെങ്കിൽ ഭഗവാനയ്ക്ക് വേണ്ടി ഭഗവാൻ ദേവാലയത്തിൽ നിൽക്കുന്നതല്ല, നമുക്ക് വേണ്ടി. ശാസ്ത്ര പറയുന്നത് എന്താന്നാൽ ദൈവാധീനം ജഗത്സർവം എന്നിട്ട് വിശ്വം വ്യാപ്നോതി വിഷ്ണു. ദേവതകൾ വിശ്വവ്യാപിയാണ്. വിശ്വം വ്യാപ്നോതി വിഷ്ണു. വിശ്വത്തിൽ എല്ലാ സ്ഥലത്തിലുള്ള ശക്തി ചൈതന്ಯವೇ വിഷ്ണു എന്ന് പറയുന്ന ആ ചൈതന്യവ നമുക്ക് ഒരു ദേവാലയത്തിൽ അമ്പലത്തിൽ വെക്കാൻ പറ്റുന്നില്ല. പക്ഷെ സങ്കല്പമാണ്. സങ്കല്പത്തിൽ അവിടെയും അമ്മയുണ്ട്, ഇവിടെയും ഉണ്ട് അമ്മ. അങ്ങനെ ആ ഭാവം കൊണ്ട്, അതല്ലാണ്ട് അത് ശക്തിപീഠ ആയത് കൊണ്ട് പ്രതിഷ്ഠയല്ല. അവിടെ പ്രതിഷ്ഠ ശങ്കരർ ചെയ്തത് വിഗ്രഹ മാത്രം, മൂല സ്വയംഭുവാണ്. അങ്ങനെ മൂകാംബിക, മൂകപർവ്വത മഹാലക്ഷ്മി ആയിട്ട് അവിടെ എപ്പോഴും ഉള്ള സാന്നിധ്യമായിട്ട് പുരാണങ്ങൾ പറയുന്നത്. അങ്ങനത്തെ ഉള്ള സാന്നിധ്യ മൂകാംബിക സാന്നിധ്യ. അങ്ങനെ നമ്മൾ സങ്കല്പ, നമ്മൾ ഭക്തിഭാവ പ്രധാനമാണ്. ആ ഭക്തിഭാവം നമുക്ക് ഫലം കൊടുക്കുന്നതാണ്. അതെ, ശ്രദ്ധാഭക്തി പ്രധാനം എന്നിട്ട് പറയുന്നത് ശാസ്ത്രങ്ങൾ അതിനെയാണ്. അങ്ങനെ മൂകാംബിക ക്ഷേത്രത്തിൽ വഴിപാടുകൾ, പല വഴിപാടുകളുണ്ട്. അവരവർക്ക് ഏത് ശക്തിയോ ആ ശക്തി അനുസരിച്ചിട്ട് വഴിപാടുകൾ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നും തെറ്റില്ല. ഇതേ ചെയ്യണോ എന്നിട്ടുള്ള നിർബന്ധവും ഇല്ല ക്ഷേത്രത്തിൽ. മൂകാംബിക അമ്മേനെ സംബന്ധിച്ചിടത്തോളം നിത്യവിദ്യാരംഭം നടക്കുന്ന ക്ഷേത്രമാണ്. അതേപോലെ സരസ്വതി മണ്ഡപത്തിന്റെ പ്രാധാന്യം, അതിനെ കുറിച്ചൊക്കെ ഒന്ന് വിവരിച്ച് പറഞ്ഞുതരാമോ?
ഇപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൽ അമ്മയെ കൊടിമരത്തിൻ്റെ വലത്ത് സൈഡിലുള്ള ആ സരസ്വതി മണ്ഡപം എന്ന് പറയുന്നത്, അത് പ്രധാനമായിട്ട് അത് ഈ ഉത്സവകാലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ട് അമ്മ അവിടെ വന്ന് ഇരിക്കുന്ന സ്ഥലം. അത് പ്രത്യേകത എന്നാൽ പണ്ടേ മുതൽ അവിടെ സരസ്വതി ഭാവത്തിൽ അമ്മ വരുന്നത് എന്നിട്ടുള്ള ഭാവ. ഒരു ഭാവ എന്നാൽ രാവിലെ കാളി ലക്ഷ്മി സരസ്വതി എന്നിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അതങ്ങനെയല്ല, എപ്പോഴും ത്രിഗുണാസ മഹാലക്ഷ്മി 3 ഭാവം കൊണ്ട് മൂകാംബികയായിട്ടുള്ള ആരാധനയാണ്. പക്ഷെ ആ സ്ഥലത്തിൽ അനാദികാലം കൊണ്ട് വിദ്യാരംഭം എന്നാൽ അക്ഷര കുറിക്കുന്ന ഒരു വിധി വന്നത് കൊണ്ട് അവിടെ അക്ഷരദേവത്തെ എന്നിട്ട് പറയുന്നത് സരസ്വതിയാണ്. അതിനെ ആ പീഠം അമ്മയ ആ സന്നിധാനം സരസ്വതി മണ്ഡപം എന്നിട്ട് പേര് വന്നതാണ്. അവിടെ വിദ്യാരംഭ വർഷത്തിൽ 365 ദിനങ്ങളും ഉണ്ട്, രാവിലെ മുതൽ ഉച്ചവരെ. ആസ്ഥാന മണ്ഡപം എന്നിട്ട് അതിൻ്റെ ആഗമശാസ്ത്രത്തിൻ്റെ തന്ത്രശാസ്ത്രത്തിൻ്റെ പേര്, ആ സ്ഥലത്തിൻ്റെ പേര് ആസ്ഥാന മണ്ഡപം എന്നിട്ട്. എന്നാൽ രാജ്ഞി ആയിട്ടുള്ള ദേവി അമ്മ ഉത്സവം കൊണ്ട് എല്ലാ ഗ്രാമത്തിൽ ചുറ്റിട്ട് വന്ന് ഇരിഞ്ഞിട്ട് ഭക്തജനങ്ങൾക്ക് പ്രജകളിക്ക് ദർശന കൊടുക്കുന്ന ഒരു പീഠമാണത്. ആസ്ഥാന പീഠം എന്നിട്ട് പറയുന്നത്. ഉള്ളിലുള്ളത് ഗർഭാലയം. അത് ഗർഭാലയം. പുറത്ത് വന്ന് ദർശന കൊടുക്കുമ്പോൾ ഇരിക്കുന്ന സ്ഥലം ആസ്ഥാന മണ്ഡപം. ആ മണ്ഡപത്തിൽ താഴെ വിദ്യാരംഭം, കൊച്ചുമക്കൾക്ക് 3 വർഷം കഴിഞ്ഞ മക്കൾക്ക് വിദ്യാ ആരംഭം ചെയ്തു കൊടുക്കുന്ന ഒരു ഷോഡശ സംസ്കാരത്തിൽ വരുന്ന ഒരു വിദ്യാരംഭ എന്ന് പറയുന്ന ചടങ്ങം എല്ലാ ദിവസവും ഉണ്ട്. അതിൽ ഹരിശ്രീ എഴുത് സരസ്വതിയെ സാക്ഷാത്തായിട്ട് മക്കൾക്ക് എഴുതു കൊടുക്കുന്നതെന്നിട്ടുള്ള ഭാവത്തിൽ. ഇപ്പോൾ അമ്മ എഴുതു കൊടുത്താലും സങ്കല്പം അത് സരസ്വതി ദേവി ചെയ്തു കൊടുക്കുന്നതെന്നിട്ടുള്ള ഭാവം. മൂകാംബിക്കെ വാഗ്ദേവി എന്ന് പറയുന്നത് കൊണ്ട് അത് സരസ്വതി ഭാവത്തിൽ ആ ദേവി ആ മക്കൾക്ക് അനുഗ്രഹം കൊടുക്കുന്നതെന്നിട്ടുള്ള ഒരു ഐതിഹ്യമാണ്. അങ്ങനെ ഈ പ്രത്യേകമായിട്ട് ഈ കേരളത്തിൽ വരുന്ന എല്ലാ മക്കളും അവിടെ വന്ന് വിദ്യാരംഭം ചെയ്യാത്ത പോകുന്നത് കുറവാണ്. എല്ലാവരും ചെയ്യും. അത് ആ സരസ്വതി മണ്ഡപത്തിൻ്റെ ഒരു വിശേഷ. പിന്നെ ശരന്നവരാത്രിക്ക് വരുന്ന വിദ്യാദശമി എന്ന് പറയുന്ന ദിവസം പ്രത്യേക വിശേഷമാണ്. അന്ന് വിശേഷമായിട്ടുള്ള സരസ്വതി സാന്നിധ്യം അവിടെ ഉണ്ടാവാനായിട്ടുള്ള ഐതിഹ്യ ആ സരസ്വതി മണ്ഡപത്തിൻ്റെ ഐതിഹ്യമാണ്.